ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ബിഗ് ബോസ് അഗ്നിപരീക്ഷയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ എനിക്ക് തോന്നിയ ഒന്ന് രണ്ട് പോയിന്റുകളാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരാഴ്ച കണ്ടതിൽ നിന്ന് എനിക്ക് പറയുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയുന്നത് ജഡ്ജസിലെ 3 പേര് അഖിൽമാരാർ, റിയാസ്, രഞ്ജിനി ഹരിദാസ്. എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായത്തിൽ നിറയെ കമന്റുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. ജഡ്ജസ് കുറച്ച് ഓവറാണ്, എന്താണ് ഇങ്ങനെയൊക്കെ എന്ന്. രജനിയെ കുറിച്ചൊക്കെ കുറേ നെഗറ്റീവ് ഒക്കെ കണ്ടിട്ടുണ്ട്, നെഗറ്റീവും പോസിറ്റീവും പറയുന്നത് ഉണ്ട്. പക്ഷെ ഞാൻ പറയുന്നത് എൻ്റെ സൈഡിൽ നിന്ന് എനിക്ക് പോസിറ്റീവായിട്ടാണ് തോന്നിയിട്ടുള്ളത്. കാരണം നമ്മളിപ്പം കണ്ടസ്റ്റന്റുകളെ കുറിച്ച് ഒരുപാട് അറിയുന്നില്ല. ആകെ 1 മണിക്കൂർ കാണുന്നത് കൊണ്ട് ഇവരെങ്ങനെയാണ് ആ ഫ്ലോറിൽ ഒരു ദിവസം ഫുള്ളായിട്ട് പെർഫോമൻസ് ചെയ്യുന്നതെന്നുള്ളത് നമുക്കറിയില്ല. ആകെ 1 മണിക്കൂറല്ലേ കാണുന്നുള്ളൂ. അപ്പൊ അവരെക്കാളും നമ്മൾ ഈ ഷോ കാണാൻ, ഈ ഹോട്ട്സ്റ്റാറിൽ നമ്മൾ കാണുകയാണെങ്കിലും എനിക്ക് കുറച്ച് പവറായിട്ട് തോന്നിയിട്ടുള്ളത്, പവർഫുള്ളായിട്ട് കണ്ടസ്റ്റന്റിനേക്കാളും എനിക്ക് തോന്നിയിട്ടുള്ളത് ജഡ്ജസിനെ തന്നെയാണ്. ഇത് എൻ്റെ ഒരു അഭിപ്രായമാണ്. ഞാൻ ഈ ഒരാഴ്ച കണ്ടതിൽ അതിൽ ഏറ്റവും കൂടുതൽ ഹൈപ്പിൽ നിന്നത് രഞ്ജിനിയാണ്. നമുക്ക് ഈ ഒരു ഷോ എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഹൈപ്പ് വേണം നമുക്ക്. അല്ലെങ്കിൽ ഒരു സീരിയൽ പോലെയൊന്നും ഈ ഷോ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ ഒരു ഓളവും അല്ലെങ്കിൽ ഒരു ഹൈപ്പും അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെ ഒരു വോയിസ് റേസോ അല്ലെങ്കിൽ അതിന് തക്ക ഒരു ടാസ്കുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കണ്ടിരിക്കാൻ ഒരു രസമുള്ളൂ. ഇതിപ്പോൾ 1 മണിക്കൂറാകുന്നതുകൊണ്ട് എല്ലാം പെട്ടെന്ന് തീരുന്നതുകൊണ്ട് നമുക്ക് ഓവറോൾ ഒരു അഗ്നിപരീക്ഷയിൽ നമുക്ക് വേറൊന്നും അങ്ങനെ തോന്നുന്നില്ല. പക്ഷെ നമ്മളത് കാണണമെങ്കിൽ ഈ കണ്ടസ്റ്റന്റിനേക്കാളും എനിക്ക് തോന്നുന്നത് ജഡ്ജസ് തന്നെയാണ്. അപ്പൊ ജഡ്ജസ് 3 പേരിലും ഞാൻ നോട്ടീസ് ചെയ്ത ഒരു കാര്യം, രഞ്ജിനി ഹരിദാസ് അന്നും ഇന്നും ഒരുപോലെ തന്നെയാണ്, ഭയങ്കര ഹൈപ്പാണ്. പിന്നെ നമുക്ക് റിയാസ് സലീമിന്റെ അറിയാം, ഗെയിം ചേഞ്ചറാണ് പുള്ളി. കുറെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിൽ പുള്ളിയുടെ ആ ഒരു അപ്പിയറൻസും ഇതെല്ലാം കാണുമ്പോൾ നമുക്കിങ്ങനെ കണ്ടിരിക്കുന്നു. ഇപ്പൊ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ അത് മാത്രമേ നോക്കുന്നുള്ളൂ. പക്ഷെ പുള്ളിയുടെ നിലപാടുകളൊക്കെ പറയുന്നുണ്ട്. ഭയങ്കര റേസ് ചെയ്തിരിക്കില്ല, ഭയങ്കര ശാന്തമായിട്ടും അല്ലെങ്കിൽ പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞിട്ടും എനിക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ എനിക്ക് തോന്നിയത് അഖിൽമാരാരാണ്. അഖിൽമാരാർ എന്ന് പറയുമ്പോൾ ഭയങ്കര ചങ്കൂറ്റുമാണ്. എന്തു പറയാൻ, ആരുടെ മുൻപിലാണെങ്കിൽ എന്തും വെട്ടിത്തുറന്ന് പറയുന്ന ആളാണ്. അതിന് മുന്നും പിന്നെ ഒന്നും നോക്കാറില്ലാത്ത ഒരു അഖിൽമാരാറാണ് നമ്മൾ ഗെയിമിലും കണ്ടിട്ടുള്ളത്, മുൻപും കണ്ടിട്ടുള്ളത്. പക്ഷെ ഈ അഗ്നിപരീക്ഷയിൽ വന്നപ്പം ഞാൻ ഇത് നോക്കുമ്പോൾ മുൻപ് ഉണ്ടായിരുന്ന ഒരു അഖിൽമാരാരും ഇപ്പോൾ ഉള്ള അഖിൽമാരാരും തമ്മിൽ ഇങ്ങനൊരു ലെവലിൽ നിൽക്കുന്നതായിട്ട് എനിക്ക് തോന്നി. കാരണം ഇപ്പം ഈ ഷോ തുടങ്ങുന്നതിന് മുൻപ് ഈ കഴിഞ്ഞ പൊളിറ്റിക്സിൽ അഖിൽ നിന്നപ്പോൾ രാഷ്ട്രീയത്തിലൊക്കെ ഇങ്ങനെ പോയപ്പോൾ ഭയങ്കര ട്രോളുകളിലും അല്ലെങ്കിൽ ഒരുപാട് നമ്മൾ പേര് ഡാമേജ് ആയി എന്ന് പറയില്ലേ, അതുപോലെയുള്ള സംഭവങ്ങളൊക്കെ വാർത്തകളിലൊക്കെ ഒരുപാട് ഇടം പിടിച്ചത് കൊണ്ടാണോ എന്നുള്ളത് എനിക്കറിയില്ല. കുറച്ച് എവിടേക്കോ ഒന്ന് കുറഞ്ഞ പോലെ. പക്ഷെ പുള്ളിയുടേതായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എങ്കിലും നമ്മൾ അഖിൽമാരാരെന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലുമൊക്കെ പറയും എന്നുള്ളത് നമുക്കത് അറിയാം. പക്ഷെ ആ ഒരു ഇതാണ് ഞാനിവിടെ പറയുന്നത്. അങ്ങനെ എനിക്കത് തോന്നിയില്ല. അങ്ങനെ പ്രത്യേകിച്ച് ഞാനിപ്പോൾ ഇത് എടുത്ത് പറയാൻ കാരണം ഗസ്റ്റ് ജഡ്ജസ് ആയിട്ട് വന്ന രജിത് കുമാറും കൂടെ വന്നപ്പോൾ ഒന്ന് മാരാറിന്റെ സൈഡ് ഒന്ന് ഉൾവലിയുന്നുണ്ടോ എന്നുള്ളത് പോലെ എനിക്ക് തോന്നി. പിന്നെ അടുത്തത് എന്താണെന്ന് പറഞ്ഞാൽ ഈ കണ്ടസ്റ്റന്റുകളുടെ ഇപ്പോൾ കുറേ പേരൊക്കെ ഇങ്ങനെ എവിക്റ്റായി പോയി. ഈ എവിക്റ്റായി പോയവര് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഏഷ്യനെറ്റിന്റെ വീഡിയോസ് ഇങ്ങനെ കാണുമ്പോൾ ഇവർ പുറത്തു വന്നതിന് ശേഷം ഷോനെ കുറിച്ചും അല്ലെങ്കിൽ ഇവർ ഔട്ടായത് അൺഫെയർ ആണെന്നുള്ളതും അതിനുള്ള ഒരു റീസണും ഒക്കെ പറയുമ്പോൾ എന്തൊരു സ്മാർട്ടാണ് അറിയോ. അവരുടെ വോയിസിൽ അവർ പറയുന്ന കാര്യങ്ങൾ എന്തൊരു സ്ഫുടതയാണ്, അല്ലെങ്കിൽ എന്തൊരു തെളിവാണ് അവര്. അല്ലെങ്കിൽ ഞങ്ങൾ ഇതായിരുന്നു പക്ഷെ ഞാൻ അവിടെ ഔട്ടാണ്ടതല്ല, ഞാൻ എങ്ങനെ ചെയ്തതാണ്. അവരുടെ ആ നിലപാട്, അവരുടെ കാര്യങ്ങളൊക്കെ ഭയങ്കര കൃത്യമായിട്ട് പറയുന്നതാ. പക്ഷെ അത് കാണുമ്പോൾ നമ്മൾ തോന്നും, അയ്യോ ഇത് BB മെറ്റീരിയൽ ആണല്ലോ, ഇവരെന്തിനാണ് ഇപ്പം അല്ലെങ്കിൽ ഔട്ടായതുള്ളത്. പക്ഷേ അവരുടെ ആ പ്രസന്റേഷൻ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നുമെങ്കിലും ആ ഫ്ലോറിൽ, അഗ്നിപരീക്ഷ ഫ്ലോറിൽ അവരുടെ പെർഫോമൻസ് അത്ര ഉണ്ടാവില്ല. ഒരുപക്ഷെ ജഡ്ജസിന് അന്നത്തെ ഡേ മുഴുവൻ അത് ഷൂട്ട് ചെയ്യുമ്പം അവർക്കത് അറിയാൻ പറ്റും. നമ്മളാകെ ഒരു റൗണ്ടിലേ കാണുന്നുള്ളൂ, ഒരു മണിക്കൂറല്ലേ കാണുന്നുള്ളൂ. ഈ 1 മണിക്കൂറിൽ അവർ കുറേ ഇതാവുമ്പോൾ നമുക്കതിന് പക്ഷെ അത്രയ്ക്ക് അറിയില്ലായിരിക്കും. ഇത് ഫുള്ളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ജഡ്ജസിന് കൃത്യമായിട്ട് ഇത് അറിയാൻ പറ്റും.
അപ്പൊ ഇത് കഴിഞ്ഞിട്ട് ഈ ഓരോ കണ്ടസ്റ്റന്റുകൾ ഈ ഔട്ടായി പോയവര് അവർ ഇൻസ്റ്റയിലും FBയിലൊക്കെ അവരുടെ കാര്യങ്ങൾ അവരുടെ പേജിൽ വന്നിട്ട് അവർ കുറെ കാര്യങ്ങളൊക്കെ പറയുന്നത് കാണുമ്പോൾ അങ്ങനെയല്ല, നമ്മൾ ഈ ഫ്ലോറിൽ കണ്ട അല്ലെങ്കിൽ ചിലരെല്ലാം ഒരു സൈലന്റ് ആയിട്ട് പോലെ അധികം സംസാരിക്കാത്ത പോലെയൊക്കെ നമുക്ക് തോന്നിയിട്ടുണ്ട്. ഗെയിം വരുമ്പോൾ വേറെ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയേണ്ട കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നൊക്കെ നമ്മളുടെ ടോട്ടലായിട്ട് നമ്മൾ അവർ നോക്കുകയാണെങ്കിൽ ഈ ഷോയിൽ നോക്കുകയാണെങ്കിൽ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നതായിട്ടൊക്കെ കണ്ട കണ്ടസ്റ്റന്റുകൾ പുറത്തു പോയ ശേഷം അവരുടെ ചാനലിലൂടെ അവരുടെ പേജിലൂടെ അവർ സംസാരിക്കുന്നത് അവരെ പ്രസന്റേഷൻ കണ്ടാൽ ശരിക്കും ഇവർ ഇപ്പം ഔട്ടാകേണ്ടവരല്ല, ഇവർ നേരെ BB ഹൗസിൽ പോകേണ്ടതാണ് തന്നെ തോന്നും. ഒരുപാട് കമന്റ്സും അവർക്ക് അതുപോലെ പോസിറ്റീവായിട്ടുണ്ട്. എന്തായാലും അങ്ങനെയുള്ള കണ്ടസ്റ്റന്റുകൾ എസ്പെഷ്യലി പൂജയ്ക്ക് BB മെറ്റീരിയൽ തന്നെയാണ്. പക്ഷെ ഒരുപാട് ചൊറിഞ്ഞതാണ് പുറത്തു പോകാനുള്ള കാരണം. ബിഗ് ബോസ് വീട് എന്ന് പറയുമ്പോൾ ഇതുപോലെ ഇങ്ങനെ സൈലന്റ് ആയിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിചാരിക്കും, അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും, അങ്ങനൊന്നുമില്ല. ആര് വിചാരിക്കുന്നു അങ്ങനെയില്ല. സ്വന്തം നിലപാട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കുക. അത് എന്താണെങ്കിലും വളരെ വ്യക്തമായിട്ട് അറിയുന്ന കാര്യം അത് ഉറക്കെ പറയാനും അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഉറച്ചു നിൽക്കാനും അതൊക്കെയാണല്ലോ നിലപാട്. അതിനും മടിക്കാതെ ഷോ പ്രേക്ഷകരെ എന്റർടൈൻ ചെയ്ത് കൊണ്ടുപോകുന്ന പോലെ പോകേണ്ട കണ്ടസ്റ്റന്റുകളാണ് BB ഹൗസിൽ വേണ്ടത്. അപ്പൊ ചില ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ എനിക്ക് അതുപോലെ തോന്നി, അയ്യോ ഇവരൊന്നും ഔട്ടായി പോകേണ്ടവരല്ലായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അപ്പൊ ഇനിയിപ്പോ 16 പേരുണ്ട്. ഈ 16 പേരില് ആരൊക്കെയാണ് ഇനി നാളെ പോവുക, അത് കഴിഞ്ഞ് ടോപ്പ് 12 ആരൊക്കെയാണ് അവിടെ ഉണ്ടാവുക എന്നുള്ളത് നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നാളെ ഇനി വരുന്ന ദിവസങ്ങളിൽ പുതിയ ഗസ്റ്റ് ജഡ്ജസ് ഒക്കെ വരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരുപക്ഷെ BB അഗ്നിപരീക്ഷപ്പിന് ഓണമൊക്കെ വരുന്നത് കൊണ്ട് എന്തായാലും ഷൂട്ടൊക്കെ കഴിഞ്ഞു കാണും. ഞാൻ 1-2 വീഡിയോസിൽ കണ്ടു BB ഷൂട്ട് കഴിഞ്ഞു എന്നുള്ളതൊക്കെ. കഴിയാനാണ് സാധ്യത. കാരണം ഇനിയിപ്പോൾ ഓണമൊക്കെ വരുന്നതുകൊണ്ട് എല്ലാവർക്കും നാട്ടിലേക്കൊക്കെ വരേണ്ടതല്ലേ. അപ്പോൾ ഓൾറെഡി ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞു കാണും. നമുക്കിനി ഓരോ ദിവസമായിട്ട് ഇനി അങ്ങനെ നോക്കുകയാണെങ്കിൽ തന്നെ 2-3 എപ്പിസോഡല്ലേ ഉള്ളൂ. ബാക്കി ഫൈനൽ ചെയ്ത് പിന്നെ BB വീട്ടിലേക്ക് കടത്തി വിടേണ്ട, ആ ഫൈനലാക്കി ട്രോഫി കൊടുത്ത് ഇത് കോമണേഴ്സ് ആണ് എന്ന് മുദ്ര കുത്തി ഇവരൊക്കെയാണ് കോമേഴ്സ് എന്നുള്ളത് അനൗൺസ് ചെയ്യേണ്ട താമസമല്ലേ ഉള്ളൂ. അപ്പം ഷൂട്ടൊക്കെ കഴിഞ്ഞു കാണാനാണ് സാധ്യത. പക്ഷെ നാളെ നമ്മൾക്കത് എപ്പിസോഡൊക്കെ വന്നു കഴിഞ്ഞാലാണ് ആരൊക്കെ പോയി ആരൊക്കെ എവിടെ നിൽക്കുന്നു എന്നുള്ളത് അറിയാം. ഏതാണ്ട് ബിഗ് ബോസ് ഹൗസിൽ ഫൈനൽ കണ്ടസ്റ്റന്റുകളെല്ലാം തീരുമാനിച്ചിട്ടുണ്ടാവാം. അപ്പോൾ അതാരൊക്കെയാണെന്ന് അറിയാൻ നിങ്ങളെപ്പോലെ ഞാനും വെയിറ്റിംഗിലാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.